സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട് ഒരു 3-4 പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നു. കാരണം ശ്രീ ഇങ്ങനെ പറയുന്നത് ഒരു കണ്ണടച്ച് മെഡിറ്റേറ്റീവ് മൂഡിലിരുന്ന് നോക്കുമ്പം എല്ലാം നല്ലതാണ്, എല്ലാവരും നല്ലതാണ് ചെയ്യുന്നത്, എല്ലാം ശരിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അതെങ്ങനെ ശരിയാവും? കാരണം റിയൽ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസും വിഷമങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അതൊന്നും ഇല്ല എന്ന് ഒരു പ്രത്യേക രീതിയിൽ താത്വികമായിട്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? അത് ഇങ്ങനെ വെറുതെ പറയാമെന്നല്ലാതെ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചത് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അതാണ് അവർ ചോദിക്കുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. പിന്നെ മാത്രമല്ല, ഇന്ന് ഞാനൊരു ഗുരുവാണി കേട്ടു. അപ്പം ഗുരുവാണിയിൽ അതിൽ ഗുരു തന്നെ എല്ലാത്തിനെയും വിമർശിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഗുരു എടുത്തെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളെല്ലാവരെയും ഇരിക്കുന്ന എല്ലാവരെയും ഗുരു അവരുടെ ഓരോ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു തന്നെയാണ് വിമർശിക്കുന്നത്. അപ്പോൾ ഗുരുവിനെയല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടത്? അപ്പോൾ ഗുരു അങ്ങനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ശ്രീ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും ഇതൊന്നും വിമർശിക്കാൻ പാടില്ല, എല്ലാം നല്ലത് കാണണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇനി ഇതിന്റെ ഒരു കോൺട്രഡിക്ടറി എന്നിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ശ്രീ തന്നെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ കുറ്റമൊന്നും പറയണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവരെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നതാണ്. അങ്ങനെ ശ്രീ വിമർശിച്ചു കഴിഞ്ഞ് നമ്മൾ വിമർശിക്കുമ്പോൾ ശ്രീ പറയും അതല്ല, അതൊരു കുഴപ്പമില്ല, അതൊക്കെ നല്ലതാണെന്ന് പറയും. പിന്നെ നമ്മൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ചിലരെയൊക്കെ ഭയങ്കരമായിട്ട് പ്രശംസിക്കുക. ഇപ്പം ഇങ്ങനെ അപ്പം ഇങ്ങനെ മാറ്റി മറിച്ച് അല്ലെങ്കിൽ ഓരോ രീതിയിൽ അപ്പം തോന്നുന്ന പോലെ പറയുന്നു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ശ്രീ അതെന്താ അങ്ങനെ പറയുന്നത്? ഇപ്പം ഇനിയിപ്പോൾ എല്ലാം നിസ്സാരമായിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന ശ്രീ തന്നെ ഈ ഇടയ്ക്ക് ഇപ്പോൾ ഒരു പേരിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നെ ആത്മീയത എന്ന് പറയുമ്പോഴേ ഒരു സത്യസന്ധതയല്ലേ, ഒരു ഓണസ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കാര്യത്തിൽ ആത്മീയതയിൽ അങ്ങനെ ആയിരിക്കുമ്പോൾ സത്യസന്ധമല്ലാതെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യം ശരിയാവും. അപ്പൊ ഇതിനൊക്കെ ഉള്ള ഒരു ക്ലാരിഫിക്കേഷൻ മതി. അതായത് വയറ് നിറഞ്ഞു ക്യാമറ ഓൺ ചെയ്ത് മൈക്കൊക്കെ തന്ന് എന്നെ ഇവിടെ വിളിച്ചിരുത്തി പരസ്യമായിട്ട് കള്ളൻ എന്ന് വിളിച്ചില്ലെന്നേ ഉള്ളൂ. ബാക്കി അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ പരസ്യമായിട്ടല്ലേ. അപ്പോൾ ഓണസ്റ്റി ശരിയാണ്. ആത്മീയത എന്ന് പറയുമ്പോൾ ഓണസ്റ്റി, സത്യസന്ധത. അപ്പോൾ ആശ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഗുരുവിനെ മാതൃകയാക്കുന്ന കാര്യം ഇപ്പോൾ ഞാനും കേട്ടിപ്പോൾ ഒരു ഗുരുവാണി. അപ്പോൾ ഗുരു ഒരുപാട് പല കാര്യങ്ങളും വിമർശിക്കുന്നു, എടുത്തു വിമർശിക്കുന്നു, നമ്മുടെ കുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു, പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മാതൃകയാക്കുന്ന ഇപ്പോൾ ഗുരു ഒരു ഗുരുസ്ഥാനത്തിരുന്നുകൊണ്ട് ശിഷ്യന്മാരോട് പൊതു സമൂഹത്തിൽ പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗുരുവായി മാറണം. ഗുരുവായിട്ട് നമ്മൾ ആ സ്റ്റേറ്റിൽ എത്തിയിട്ട് നമ്മൾ ഇതേപോലെ ഗുരുവിനെ മാതൃകയാക്കാം. അപ്പോൾ ഗുരു ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ച അതാണ് നമ്മൾ ജീവിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരോട് ഇടപഴകി ജീവിച്ച് കാണിച്ചു തന്നല്ലോ. അതാണ് ഈ മാതൃകയാക്കണമെന്ന് പറഞ്ഞത്. ഇപ്പൊ ഗുരുവിന്റെ ചെറുപ്പം മുതലുള്ള ഒരു ജീവിത രീതി, അതിന്റെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഗുരു ഇടപെട്ടിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഗുരുവിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഓരോരുത്തരോടും ഇടപഴകുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പഴയ ഒരു സന്യാസി, അദ്ദേഹം ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പില്ല. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ഗുരുവിന്റെ പെരുമാറ്റത്തെക്കുറിച്ച്. ആദ്യകാലങ്ങളിൽ ഗുരു ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഗുരു വളരെ ഇന്നസെന്റ് ആയിരുന്നു. ഗുരുവിന് വളരെ സ്നേഹവും ബഹുമാനവും ഒരു പ്രത്യേക സ്വഭാവം. എന്നിട്ട് അദ്ദേഹം തമാശയ്ക്ക് പറഞ്ഞു, ഗുരുവിന് സത്യം പറഞ്ഞാൽ ഒന്നും അറിഞ്ഞൂടാ. നമ്മളാണ് പിന്നെ ഈ കള്ളത്തരങ്ങളും കുറച്ച് പറ്റിപ്പും ഈ ലോക രീതിയിൽ ജീവിക്കാനുള്ള കള്ളത്തരങ്ങളൊക്കെ ഗുരുവിനെ പഠിപ്പിച്ചത് നമ്മളാണ് എന്നൊരു പുള്ളി ഒരു തമാശയ്ക്ക് ആ രീതി പറഞ്ഞു. അതായത് ഗുരുവിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്നേഹവും ഒരു ക്ഷമയും വിനയവും എളിമയും, അപ്പോൾ എല്ലാം സഹിക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെയാണ് ഗുരു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പെരുമാറ്റ രീതിയല്ല. ആക്ച്വലി നമ്മളിപ്പോൾ ഇത് അനുകരിക്കാൻ പറ്റുന്നതിനേക്കാൾ ഉപരി ഇതൊരു അവയർനെസ്സിലൂടെ സംഭവിക്കുന്നതാണ്. ഇങ്ങനെ ഈ ഒരു വലിയൊരു ഉൾക്കാഴ്ചയിലൂടെ ഒരു അവയർനെസ് വരുമ്പോഴാണ് ഇങ്ങനെ എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഉള്ള ഒരു ഉയർന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ ആശ തന്നെ പറഞ്ഞപ്പോൾ ഗുരു ചെറുപ്പത്തിൽ ആശ അന്നത്തെ ഒരു ജനറൽ സെക്രട്ടറിയെ കുറിച്ച് കുറേ കുറ്റങ്ങളൊക്കെ ആൾക്കാർ പറയുന്നതെല്ലാം കേട്ടിട്ട് പിന്നെ ആശ എന്ന് ഗുരുവിനോട് ചോദിച്ചു, ഗുരു ഇതൊന്നും അറിയുന്നില്ലേ, കാണുന്നില്ലേ, ഗുരു എന്താ ആക്ഷൻ എടുക്കാത്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഗുരു അന്ന് ആശയോട് പറഞ്ഞത്, അത് ഞാനങ്ങനെ ചെയ്തുകൂടാ,
അത് ഓരോരുത്തരുടെയും കർമ്മമാണ് അവരെ ഉയർത്തുന്നതും വീഴ്ത്തുന്നതും എല്ലാം എന്നുള്ളത്. അപ്പോൾ ഗുരു ആ ഒരു നേതൃത്വ ഭാവത്തിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സാക്ഷി പോലെ നിന്നുകൊണ്ട് നമ്മളോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആണ് ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ, ഡയറക്റ്റായിട്ട് അല്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഒരു കാര്യത്തെ തന്നെ ഒരാളോട് നമുക്ക് എതിർപ്പ് തോന്നുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു പരാതി വരുമ്പോൾ അത് ഇന്ന രീതിയിൽ പ്രാർത്ഥിച്ച് സങ്കല്പിച്ച് ആ വ്യക്തിക്കും കൂടെ വേണ്ടി പ്രാർത്ഥിച്ച് വേണം അയാളിൽ നിന്നും നമ്മളിൽ നിന്നും ഒക്കെ ആ ഒരു ദോഷം മാറ്റാൻ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഗുരു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഗുരു കാണിച്ചു തന്നിട്ടുള്ള ആ ജീവിത രീതികളും ആ പ്രാർത്ഥനാ സ്വഭാവങ്ങളും ആ കർമ്മ സ്വഭാവങ്ങളും എല്ലാം നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും എല്ലാം മാറി നമുക്ക് രോഗങ്ങളായാലും നമ്മുടെ വിഷമങ്ങളായാലും ഇതൊക്കെ മാറുന്ന ഗുരു കാണിച്ചു തന്നിട്ടുള്ള ആ രീതി ഫോളോ ചെയ്യുമ്പോഴേ പറ്റൂ. അതൊന്നും നമ്മൾ ഫോളോ ചെയ്യാതെ നമ്മുടെ സ്റ്റേറ്റിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ മൈൻഡിൻ്റെ അതേ സ്റ്റേറ്റിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ശാന്തിയും സമാധാനവും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാകണം, ഐശ്വര്യവും അല്ലെങ്കിൽ വിജയവും എല്ലാം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ദേവി ഇത് ഇപ്പം ഞാനിപ്പോൾ ആശ പറഞ്ഞു ഓണസ്റ്റിയുടെയൊക്കെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ കള്ളത്തരം, അല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ഇരുന്ന് കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെ അങ്ങനെയല്ല. ഇപ്പൊ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ പരമ്പരയുടെ ഒരു സ്വഭാവത്തിലായാലും ഇത് കേൾക്കുന്നവർ ഈ ഒരുപാട് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഉണ്ടെങ്കിൽ ഇതിനെന്താണൊരു മാറ്റം അല്ലെങ്കിൽ ഒരു പ്രതിവിധി എന്നുള്ള രീതിയിൽ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഇവിടെ എന്താണ് ഈ പറയുന്നതെന്നുള്ളത് ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഈ കണ്ണടച്ചിരുട്ടാക്കാനല്ല പറയുന്നത്. ഇപ്പോൾ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ണടച്ച് എവിടെയെങ്കിലും ഇരുന്ന് ധ്യാനിക്കുക എന്നുള്ള ഒരു സ്വഭാവത്തിലല്ല. ഈ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് നമ്മൾ എപ്പോഴും നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഈ മനസ്സ് പല രീതിയിലുള്ള ചിത്തവൃത്തികളാൽ നമ്മളെ കുഴയ്ക്കുകയാണ്. നമ്മുടെ കർമ്മങ്ങളായാലും നമ്മുടെ ചിന്തകളായാലും സ്വഭാവങ്ങളായാലും ഇതെല്ലാം കൂടെ നമ്മളെ പല രീതിയിൽ കുഴയ്ക്കുകയാണ്. അപ്പൊ ഇതാണ് ഈ ഒരു കെയോട്ടിക്കായിട്ട് ഈ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഈ ചിത്തവൃത്തികൾ, വ്യാപാരങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം. ഇപ്പോൾ ഒരു ജീവന്റെ തലത്തിൽ ഒരു ഉയർന്ന ഒരു അവയർനെസ്സിൽ ഇപ്പൊ യോഗ സിസ്റ്റത്തിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഓരോ സ്റ്റേറ്റ് ഓഫ് അവയർനെസ് പടിപടിയായിട്ട് പോകുമ്പോൾ ഓരോ തരം ഫ്രീക്വൻസിയാണ്, അവിടെ ഓരോ തരം ഫീലിംഗ് ആണ് എന്നൊക്കെ. അതായത് നമ്മുടെ മനസ്സിന്റെ ഓരോ തലങ്ങളിലും ഓരോ തരത്തിലാണ് ഫീലിംഗ്, സ്റ്റേറ്റ് ഓഫ് ബീയിങ്, മൈൻഡ്, ഹാപ്പിനെസ്, ജോയ് ഒക്കെ ഓരോ തരത്തിലാണ്. അപ്പൊ നമ്മൾ വളരെ ഒരു സെൽഫ് എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വളരെ ലോവർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇരുന്നിട്ട് വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്താഗതിയിൽ ഇരുന്നിട്ട് ഞാൻ നീ എന്നൊക്കെയുള്ള ഭേദഭാവത്തിൽ എല്ലാത്തിനെയും നെഗറ്റീവായിട്ടും ഒക്കെ ചിന്തിച്ചും പെരുമാറിയൊക്കെ പോയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ശാന്തി കിട്ടണം അല്ലെങ്കിൽ സമാധാനം കിട്ടണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അപ്പം നമ്മളിത് ഉയർന്ന് ഈ ചിത്തവൃത്തികളിൽ നിന്ന് നമ്മൾ ഉണരണമെന്നുള്ളതാണ്. നമ്മൾ ഈ ചിത്തവൃത്തികളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആക്ച്വലി ജിത്തു കൃഷ്ണമൂർത്തിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു എത്രത്തോളം നമ്മൾ ഉണരണം, അവെയർ ആകണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ദ ഹൗസ് ഈസ് ഓൺ ഫയർ എന്നുള്ള രീതിയിൽ. അത്ര ഹൗസ് ഫയർ ആണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും ചിന്തിക്കില്ല, വെള്ളം എടുത്ത് ഒഴിക്കാനും നമ്മൾ ആക്ടിങ് തുടങ്ങും, നമ്മൾ ഫുൾ അവെയർ ആവും. അപ്പൊ അതുപോലത്തെ അദ്ദേഹം ചോദിച്ചു ഇത്രമാത്രം അവെയർ ആയിട്ട് നമ്മൾ എപ്പോഴും എങ്ങനെ നിലനിൽക്കും. അപ്പൊ ഇവിടെയാണ് അത് ഒരു ഹാബിറ്റാണ്, മൈൻഡിനെ സംബന്ധിച്ച് ഹാബിറ്റാണ്. നമ്മൾ ഈ അവെയർനെസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിരന്തരമായ പരിശ്രമം കൊണ്ട് നമ്മൾ ഈ ഒരു അവെയർനെസ്സിൽ ശ്രദ്ധയിലേക്ക് ഒരു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചിത്തവൃത്തികളിൽ കൂടുതൽ കുടുങ്ങിപ്പോവാതിരിക്കാൻ കഴിയും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഈ കർമ്മം ചിത്തവൃത്തികൾ നമ്മൾ ഈ എവിടെയെങ്കിലും കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നത് കൊണ്ട് ഇത് സൊല്യൂഷൻ ഉണ്ടാവില്ല, കൂടുതൽ കോംപ്ലിക്കേഷൻ ആവാനാണ് സാധ്യത. ഈ ചിത്തവൃത്തികളെ അല്ലെങ്കിൽ ചിത്തശുദ്ധി വരുത്തിയിട്ടില്ലെങ്കിൽ ഇത് കൂടുതൽ കോംപ്ലിക്കേഷനും കൂടുതൽ ഡിസ്റ്റർബിങ്ങും കൂടുതൽ ട്രബിൾസും ഒക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത്. കാര്യം നമ്മൾ കൂടുതൽ നമ്മുടെ മാനസികമായ പ്രോബ്ലംസിനെ അഭിമുഖീകരിക്കാനാണ് സാധ്യത. അപ്പോൾ കർമ്മം ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ഈ അടുക്കളയിലും ഡയറി ഫാമിലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ ജീവിതത്തിൽ ഗുരുനിർദ്ദേശപ്രകാരം ആശ്രമ ജീവിതത്തിലല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഏറ്റവും അധികം ഹാപ്പിനെസ് ഉണ്ടായിരുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചിന്തയില്ലാതെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നമുക്കൊരു ഭയങ്കരമായ ഒരു ക്ലാരിറ്റിയും ഹാപ്പിനെസ്സും ഒരു സന്തോഷം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഇതാണ് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിത്തവൃത്തികളിൽ നിന്ന് ഒരു മോചിച്ച് ഈവൻ ഇൻഫാക്ട് നമ്മളിപ്പോൾ ഈ ഒരുപാട് സംശയങ്ങളൊക്കെ പറയുന്നു. ഇപ്പോൾ ദൈവികമായ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പം ഇപ്പൊ പൊതുവെ പല രീതിയിലുള്ള ഈശ്വര സങ്കല്പം ഇപ്പം നമ്മൾ പറഞ്ഞു മനസ്സിന്റെ പല ലെയേഴ്സാണ്. ഈ പല ലെയേഴ്സും ഓരോ ഈശ്വരീയ സങ്കല്പം ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുരാണങ്ങളിലൊക്കെ ആയാലും ഓരോ. അപ്പം നമ്മൾ ഇതുപോലുള്ള ഈശ്വരീയ സങ്കല്പങ്ങളോ മറ്റെന്തെങ്കിലും ഗോഡിനെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, ഔട്ട്സൈഡ് ഒരു ഗോഡിനെ കുറിച്ചല്ല. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള
സോഴ്സ് ആയിട്ടുള്ള ഏകം സത്യമായിട്ടുള്ള ആ ഒരു ഗോഡ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചിലരിപ്പോൾ നമ്മളതിപ്പോൾ പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഗോഡ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു സമൂഹം നമ്മളെ പരിഹസിക്കും. അതായത് വളരെ ലോജിക്കലായിട്ട് റാഷണലായിട്ട് ഒരു സമൂഹം പേഴ്സണലായിട്ട് ഒരു ഗോഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹസിക്കും. അപ്പം നമ്മളെല്ലാവരും ഒരു പേഴ്സൺ എന്നുള്ള ധാരണയിലാണ് നമ്മൾ ഈ പരിഹസിക്കുന്നത്. ഇപ്പം നമ്മൾ ആരാണെന്ന് അതാണ് ചോദിക്കുന്നത്. നമ്മൾ ആരാണെന്ന് അന്വേഷിക്കണം. നമ്മളും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ഈ ഒരു ഹ്യൂമൻ ഫോം എല്ലാം അങ്ങ് വിശ്വസിച്ചിട്ട് ആക്ച്വലി വി ആർ എക്സ്പീരിയൻസിങ് എ ബോഡി ആൻഡ് മൈൻഡ്. നമ്മൾ തോട്ട് പ്രോസസ്സും നമ്മുടെ ബോഡിയും നമ്മൾ ഈ യൂണിവേഴ്സും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു അവയർനെസ് ആണ് നമ്മൾ. അപ്പോൾ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളായിട്ട് 3 സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു അവയർനെസ് ആണ്. വി ആർ ഓൾസോ ഫോംലെസ്. നമ്മളും ഫോംലെസ് ആണ്. അപ്പോൾ ഫോംലെസ് ആയിട്ടുള്ള നമുക്ക് ഈ ഫോമൊക്കെ ഉണ്ടായി, ഈ പറയുന്ന എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിൽ ഈ പറയുന്ന ഒരു സുപ്രീം ഇൻ്റലിജൻസിന് നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ പല പല ലേയേഴ്സ് എല്ലാം കടന്ന് ആ ഒരു അങ്ങേ അറ്റത്തുള്ള സോഴ്സ് ആയിട്ടുള്ള ആ ഇൻ്റലിജൻസിന് ഫോംസ് ഉണ്ടാകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിനും എന്ത് ഫോമും ഇപ്പം എല്ലാ ഫോംസും ഉണ്ടായിരിക്കുന്ന ആ സോഴ്സിൽ നിന്ന് അതിന് ഏത് ഫോംസിലേക്കും വരാം. ഒരാളുടെ സങ്കല്പത്തിനും ഒരാളുടെ വളർച്ചയ്ക്കും ഒരാളുടെ മാനസിക വളർച്ചയ്ക്കനുസരിച്ച് അത് ഏത് ഷേപ്പിലും ഏത് ഫോമിലും അറിവായിട്ടും അവയർനെസ് ആയിട്ടും ജ്ഞാനമായിട്ടും ഭക്തിയായിട്ടും ഏത് ഫോമിലും അയാൾക്ക് അത് സാക്ഷാത്കരിക്കാമെന്നുള്ളതാണ്. ബിക്കോസ് നമ്മളെല്ലാവരും ഫോംലെസ് തന്നെയാണ്. അപ്പം നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാലേ ഇപ്പോൾ ഗോഡ് എന്നൊക്കെ പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ചിത്തവൃത്തികളിൽ നിന്ന് മോചിക്കപ്പെട്ട് നമ്മൾ കൂടുതൽ നമ്മുടെ സോഴ്സിലേക്ക് ഉയരുന്നതിനനുസരിച്ചാണ് ഈ ശാന്തിയും സമാധാനവും ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ഈ കർമ്മത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ആശയോടായാലും സഹോദരി ശ്രീജയ, അമ്മ, ഇവരുടെ എല്ലാം ആശ്രമത്തിൽ കർമ്മത്തിൻ്റെ പ്രാധാന്യം, ആശ്രമത്തിൽ പോയി കർമ്മം ചെയ്യണം കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സൈക്കോളജിക്കലായിട്ടുള്ള ഒരുപാട് ഈ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് മാറണമെങ്കിൽ നമ്മൾ കർമ്മം ചെയ്ത്, ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വിയർത്ത് കർമ്മം ചെയ്ത് നമ്മുടെ ബോഡി മൈൻഡിലൊക്കെ ഉള്ള ഈ ഒരു സെല്ലുകൾക്ക് പോലെ മാറ്റം വരണമെന്നുള്ളതാണ്. നമ്മുടെ DNA, അതിപ്പോൾ സയൻറ്റിഫിക്കലായിട്ട് അത് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെ അത്രത്തോളം ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ പ്രവർത്തിച്ച് നമ്മുടെ ആ ചിത്തവൃത്തികൾക്ക്, നമ്മുടെ മജ്ജയ്ക്കും മാംസത്തിനും, നമ്മുടെ ആ കൊഴുപ്പുകൾ, ഇതെല്ലാം ശരീരത്തിൽ ഓരോ കൊഴുപ്പിലാണ് ഇതെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ കൊഴുപ്പിന് മാറ്റം വരണം. വിയർത്ത് ഈ ദുഷിപ്പുകളെല്ലാം പോയി ശരീരത്തിൻ്റെ ഓരോ സെല്ലുകൾക്കും മാറ്റം വന്ന്, ആ കൊഴുപ്പിന് മാറ്റം വന്ന്, അതിൻ്റെ ആ ഓരോ സെല്ലുകളും ചിന്തിക്കുന്ന ആ ചിന്തകൾ, ഇതെല്ലാം കൂടെ ചേർന്ന കളക്റ്റീവായിട്ടുള്ള നമ്മുടെ ഒരു ഇൻ്റലിജൻസ് ആണെങ്കിൽ, നമ്മളൊരു ബയോളജിക്കൽ ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ തന്നെ നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള ഈ എല്ലാ സെല്ലുകളും പ്രോസസ്സുകൾ പോലെ പ്രവർത്തിക്കുന്ന ഇതിനെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ ഈ പറയുന്ന നിഷ്കാമമായിട്ട് അല്ലെങ്കിൽ ഗുരുവിന് സമർപ്പണമായിട്ടുള്ള ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് അതിന് മാറ്റം വരുന്നത്. അപ്പോൾ എല്ലാവരും പറയും, ഞാനിവിടെ ഇരുന്ന് തട്ടിവിടുന്നു, ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി എല്ലാം തികഞ്ഞിട്ടാണോ ഈ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഗോഡ് റിയലൈസേഷനൊക്കെ എത്തിയതുപോലെയാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടത്, അതാണ് ഞാൻ പറഞ്ഞത്, ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി നിർത്തിയേക്കൂ. ഇപ്പോൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ഗുരുവിനെയൊക്കെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുണ്ടല്ലോ. ഇപ്പോൾ ചില ജ്യോത്സ്യന്മാരോ അല്ലെങ്കിൽ ചില വ്യക്തികളൊക്കെ അവരുടേതായ ഉപാസന മൂർത്തികളെയൊക്കെ ധ്യാനിച്ചിട്ട് അവർ ആ ഒരു ഫ്രീക്വൻസിയിൽ സംസാരിക്കുന്നതും ആ ഒരു അറിവിൽ അവർ ചില കാര്യങ്ങൾ പറയുന്നതൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നാച്ചുറലി നമ്മുടെ ഒരു ഗുരുസ്വരൂപത്തിലുള്ള ആ ഈശ്വര സങ്കല്പത്തെ നമ്മളിങ്ങനെ ധ്യാനിച്ച് നമ്മുടെ മറ്റ് ചിത്തവൃത്തികളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റിലാക്സായി നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിലൂടെ ആ ഒരു ഹയർ ഫ്രീക്വൻസിയിൽ നിന്നുള്ളൊരു വർത്തമാനങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ശ്രീജിത്തിൻ്റെ എന്ന് പറയാതെ, ഇപ്പോൾ ശ്രീജിത്തിൻ്റെ ഒരുപക്ഷെ ഇതിനകത്തു നിന്നുള്ള മിസ്റ്റേക്കുകൾ, ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളാണ് ശ്രീജിത്തിൻ്റെതായിട്ടുള്ള കോൺഷ്യസ്നെസ്സും അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നുമൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ എത്രത്തോളം നമ്മൾ ഡെഡിക്കേറ്റഡ് ആണോ, നമ്മൾ എത്രത്തോളം ഉയരുന്നോ അത്രത്തോളം ഇതിനകത്ത് നിന്ന് വരുന്ന നന്മകൾ, കാര്യം നന്മകളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒരു ഈശ്വരീയ ഒരു സങ്കല്പം, ഒരു ദൈവികമായ ഒരു കോൺഷ്യസ്നെസ് എന്നായിരിക്കും ഉണ്ടായി വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ നന്മകളെ എടുക്കുക, അല്ലാതെ ഇപ്പോൾ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും ആയെന്നല്ല ഈ പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോൾ ചന്ദ്രൻ സൂര്യൻ്റെ പ്രകാശമാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗുരുമാർഗത്തിൽ വരുമ്പോൾ ഈ അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു കോമറ്റിന് നോക്കിയാൽ അതൊരു വെറും ഒരു ചിന്ന ഗ്രഹമായിരിക്കും, പക്ഷെ അത് സൂര്യനോട് അടുത്ത് വരുമ്പോൾ അതിന് വാലൊക്കെ വന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. എന്നിട്ട് അത് സൂര്യനിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതിൻ്റെ എല്ലാ ബ്യൂട്ടിയും പോയി എന്ന് പറയുന്ന പോലെ ഒരു ഗുരുമാർഗത്തിലൊക്കെ നമ്മളൊരു ഗുരുവിനോട് അടുത്തടുത്ത് വരുമ്പോൾ നമ്മുടെ ഒരു സ്നേഹവും ഭക്തിയും ഒരു ഗുരു കാരുണ്യവും എല്ലാം കൊണ്ട് നമ്മൾ കുറച്ച് ഒരു ക്ലാരിറ്റിയും
ഒരു ശാന്തിയും കുറച്ച് അറിവുകളും ഓരോരുത്തരുടെ ഒരു ലെവലിനനുസരിച്ച് ഓരോരുത്തരുടെ തലത്തിനനുസരിച്ച് വരും. അപ്പൊ അത് ഈ പറയുന്ന നമ്മുടെ ഈ വാലൊക്കെ വന്ന് നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു ഗുരു കാരുണ്യം കൊണ്ട് വരുന്നു എന്നല്ലാതെ അതിപ്പോ ചിലപ്പോൾ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെക്കാളും ചിലപ്പോൾ ഇത് കേൾക്കുന്ന മറ്റു വ്യക്തികൾക്കായിരിക്കാം ചിലപ്പോൾ എടുക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ പറയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ളൊരു എന്താ പറയുക ഒരു മൂവ്മെന്റ് ഒരു ആധ്യാത്മികമായ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് നാച്ചുറലായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാകുന്നതാണ് ഇതുപോലുള്ള സംസാരങ്ങൾ. ഇപ്പൊ ഇതൊന്നും ഒരു എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ടോ അല്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പേഴ്സണൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അവിടെയാണ് ആശ പറഞ്ഞ ഓണസ്റ്റിയുടെ കാര്യം. സ്പിരിച്വൽ പാത്തിൽ നമ്മൾ എന്തെങ്കിലും പേഴ്സണൽ മോട്ടീവ് വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അത് ആധ്യാത്മിക പ്രവർത്തനമാവില്ല. അത് അവനവന്റെ വ്യക്തിഗതമായ പ്രവർത്തനമാണ്, അഹന്തയുടെ പ്രവർത്തനമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള സംസാരിക്കുമ്പോൾ നമ്മൾ ഈ നിമിഷത്തിൽ നമ്മൾ സറണ്ടർ ചെയ്ത് നമ്മുടെ ഗുരുവിനെ സങ്കല്പിച്ച് സറണ്ടർ ചെയ്ത് നമ്മളിലൂടെ എന്താണോ ആ പ്രവൃത്തി ഉചിതമായത് നടക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അത് ഇങ്ങനെ നമ്മളിലേക്ക് ഒഴുകി വരുന്ന നമ്മൾ സംസാരിക്കുന്നു, ഷെയർ ചെയ്യുന്നു എന്നല്ലാതെ നമ്മളിത് അതൊരു പാട്ട് പോലെയാണ്. നമ്മളൊരു വീണയായി മാറിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഓടക്കുഴൽ പോലെ ആകുന്നു, നമ്മൾ ഹോളോയാണ്. അപ്പം ഇത് ഈ പറയുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ കഴിവോ അല്ലെങ്കിൽ വ്യക്തി എന്തെങ്കിലും ഇനി നാളെ മുതൽ എല്ലാം ശരിയാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൂർണ്ണത പ്രാപിച്ചു അങ്ങനെയൊന്നുമില്ല. വ്യക്തി ഈ പറയുന്ന പോലെ ഫിലോസഫിയും പറഞ്ഞ് ചില തത്വചിന്തയും പറഞ്ഞ് നടക്കുന്നുണ്ടാവും. അപ്പോൾ അതെന്തോ ആവട്ടെ. അപ്പോൾ അവിടെ ഓണസ്റ്റി. അപ്പോൾ ഇനി സത്യം എന്ന് പറയുമ്പോൾ ശരിയാണ്, സത്യത്തിന് വളരെയധികം പ്രാധാന്യമാണ്. ആത്മീയതയിൽ സത്യം എന്ന് പറയും. പക്ഷെ ഈ സത്യം എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മഹാഭാരതത്തിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അന്നത്തെ കാലത്ത് അവരെല്ലാം സത്യത്തിന് വേണ്ടി എന്തെല്ലാം ഭീഷ്മരായാലും പാണ്ഡവരായാലും എന്തെല്ലാം ത്യാഗം. അപ്പോൾ എന്നാൽ ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് ഈ വാക്കുകൾ കൊണ്ടുള്ള സത്യമല്ല. അദ്ദേഹം ആ ഒരു നന്മ എന്താണോ നന്മ എന്താണോ ഉചിതം അതാണ്. അപ്പോൾ വാക്കുകളെക്കാളൊക്കെ ഉപരി വാക്കിന്റെ തലത്തിലുള്ള വാചകത്തിന്റെ തലത്തിലുള്ള മൈൻഡിന്റെ തലത്തിലുള്ള സത്യങ്ങളെക്കാൾ ഉപരി എന്താണോ ആ നന്മ, എന്താണോ ആ ഉചിതം, എന്താണോ നിസ്വാർത്ഥത, എന്താണോ ആ ലോക നന്മ, എന്താണോ കളക്റ്റീവായിട്ടുള്ള നന്മ. അപ്പോൾ സത്യത്തിന് പല ഈ വാക്കുകൾ കൊണ്ടുള്ള സത്യം എന്നതിനേക്കാൾ ഉപരി സത്യത്തിന്റെ ഡെറിവേഷൻ, സത്യത്തിന്റെ നിർവചനം എന്താണ്. ഇപ്പൊ ആശ എന്നോട് ചോദിച്ചു ഓരോ സമയത്ത് ഓരോന്ന് പോലെ, ചില സമയത്ത് ഇങ്ങനെ പറയുന്നു, ചില സമയത്ത് അങ്ങനെ പറയുന്നു, ഇതൊക്കെ എന്താണ്? അപ്പോ ഇവിടെയാണ് ഈ സത്സംഗത്തിന്റെ പ്രാധാന്യം. ഇപ്പൊ ഒരു പക്ഷേ ഇപ്പൊ എല്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ചാൽ മനസ്സിന്റെ തലത്തിൽ ഇങ്ങനെയാണ് എല്ലാം ഇങ്ങനെ പോകണം, ഇതാണ് സത്യത്തിന്റെ വഴി, ശാന്തിയുടെ വഴി, സ്നേഹത്തിന്റെ വഴി എന്നെല്ലാം മനസ്സിന്റെ തലത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. ഒരു പുസ്തകം എഴുതി ഒരു മതം മാത്രം മതിയല്ലോ, എല്ലാവർക്കും എല്ലാം എഴുതി കൊടുത്തു കഴിഞ്ഞു, എല്ലാവരും ഇനി അതങ്ങ് ഫോളോ ചെയ്താൽ മതി. അപ്പോഴാണ് ഈ പ്രകൃതിയുടെ ജീവിതത്തിന്റെ ഒരു മിസ്റ്ററി അവിടെ ഇരിക്കുന്നത്. അവയർനെസ്സിൽ മൊമെന്റ് എന്താണോ അതാണ് സത്യം. മൊമെന്റ് ആ സത്യം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ആ സത്യത്തിന്റെ വക്താക്കളായിട്ടുള്ള ഗുരുക്കന്മാരോടൊപ്പം പ്രവർത്തിച്ചാലേ നമുക്ക് മനസ്സിലാവും. അത് മനസ്സിന്റെ രീതിയിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് മിക്കവാറും പണ്ഡിതന്മാരും ചിന്തകന്മാരും ഫിലോസഫേഴ്സ് എല്ലാം ഇവിടെ തോറ്റു പോകുന്നു. ഒരു ഗുരുവിന്റെ മുന്നിൽ വരുമ്പോൾ അവർ മിസ്റ്റേക്ക് ആയി പോകുന്ന, അല്ലെങ്കിൽ അവർ വളരെ ചിന്തകന്മാരും സോഷ്യലൈസ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ സത്യത്തിന്റെ വശത്ത് തെറ്റിപ്പോകുന്നത് എന്താന്ന് വെച്ചാൽ, അന്ന് ഭീഷ്മർക്ക് പോലും തെറ്റിപ്പോകുന്നത് എന്താന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണനെ പോലെ ഒരു ഗുരുവിന്റെ കൂടെ അദ്ദേഹം ആ പ്രവർത്തിക്കുന്ന ആ സത്യം എന്താണ്, അല്ലെങ്കിൽ സത്യം എങ്ങനെയാണ്, ഈ പ്രപഞ്ച സത്യം മനുഷ്യ ബുദ്ധിയിലൂടെയും മനസ്സിലൂടെയും എല്ലാം പരിവർത്തനപ്പെട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നെന്ന് ഗുരുക്കന്മാരെ കൂടെ നിന്ന് മനസ്സിലാക്കണമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സത്യത്തിന്റെ നിർവചനം ഈ പറയുന്ന വാക്കുകളുടെ രീതിയിലോ മെന്റലായിട്ടുള്ള ഒരു തലത്തിലോ പറഞ്ഞ് ഇന്നതാണ് ശരി അല്ലെങ്കിൽ ഇന്ന രീതിയിലെ പെരുമാറ്റം എന്നുള്ളതല്ല. ആ സത്യത്തിന്റെ വർക്കിന് വേണ്ടി എന്തൊക്കെ നമ്മൾ അപ്പപ്പോ ചെയ്യേണ്ടതുണ്ടോ അതിനനുസരിച്ച് മാറ്റിയും തിരിച്ചും ഒക്കെ പറയേണ്ടി വരുമെന്നുള്ളതാണ്. അതൊരു വശം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ആ ഉയർന്ന കാഴ്ചപ്പാടിൽ എല്ലാം നല്ലത്, എല്ലാം മനോഹരം എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം സത്യമാണോ എന്നുള്ള ഒരു ചോദ്യം ആശ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അവരുടെ മനസ്സിന്റെ പ്രോബ്ലംസ് ഇതെല്ലാം ചുമ്മാ ഇങ്ങനെ പറഞ്ഞാലങ്ങ് മാറുമോ? അപ്പോൾ ഇവിടെയാണ് നമ്മൾ സീരിയസ് ആയിട്ട് ഇത് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു നമ്മുടെ ചിത്തവൃത്തികളെയൊക്കെ നമ്മളൊന്ന് സെറ്റിലാക്കിയിട്ട് നമ്മൾ ഉയർന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് റേസ് ചെയ്യുമ്പോൾ, ഒരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് പോകുമ്പോൾ, നമ്മൾ ജീവന്റെ തലത്തിലേക്ക് നമ്മൾ ഉണരുമ്പോൾ, ഈ പറയുന്ന ഒരു ജീവന്റെ തലത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു യൂണിവേഴ്സലാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഈഗോയിസ്റ്റിക് തലത്തിലാണ് എല്ലാം സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത്. ജീവന്റെ ഒരു തലത്തിലേക്ക് വരുമ്പോൾ ഒരു യൂണിവേഴ്സൽ ഫ്ലോ ആണ്.
അത് വ്യക്തിഗതമല്ല. അപ്പോൾ നാച്ചുറലായിട്ടും ഓരോ ജീവനായിട്ട് കാണുന്നതും ഈ ഒരു യൂണിവേഴ്സൽ ലൈറ്റിന്റെ ഒരു ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റിന്റെ വശത്ത് നിന്ന് നോക്കുമ്പോൾ എല്ലാം നന്മയാണ്, ആത്യന്തികമായ എല്ലാം നന്മയാണ്. കൂടാതെ നമ്മളിവിടെ കുറ്റം പറയാൻ പാടില്ല എന്നുള്ളത്. കുറ്റം പറയുകയോ പരാതി പറയുകയോ തെറ്റ് പറയുകയോ ഇങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ മുഴുകുമ്പോൾ നമുക്ക് ഈ സത്യത്തിന്റെ ദർശനം അങ്ങ് മറന്നു പോകും. അതായത് നമുക്ക് ഈ ഡിവൈൻ ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് വരണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓണസ്റ്റി അല്ലെങ്കിൽ സത്യമല്ലാത്ത അല്ലെങ്കിൽ സ്വാർത്ഥപരമായ റോങ് ആയിട്ടുള്ള എന്തെങ്കിലും പരാതികളോ കുറ്റങ്ങളോ ഇതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് മറന്നു, നമ്മുടെ ഈ വെളിച്ചം അങ്ങ് മറന്നു. അതൊരു വശം. പിന്നെ ഈ ശാന്തിയുടെ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഓരോരുത്തരെയും എന്തുകൊണ്ട് ഇങ്ങനെ നല്ലതായിട്ട് പറയുന്നു എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് വരെ സംഭവിച്ചിരിക്കുന്നതും ഓരോ വ്യക്തികളുടെ പെരുമാറ്റങ്ങളാവട്ടെ പ്രവൃത്തികളാവട്ടെ എല്ലാം അത് പാസ്റ്റ് ആയി കഴിഞ്ഞു. ഈ മൊമെന്റ് വരെ ഉള്ളത് പാസ്റ്റാണ്. കാര്യം ഇപ്പൊ സൂര്യന്റെ വെളിച്ചം പോലും നമ്മൾ കാണുന്ന 8 മിനിറ്റ് വൈകിയാണ്. അപ്പൊ നമ്മളിപ്പോ നടക്കുന്നതെന്ന് പറയുമ്പോഴും വളരെ സ്പ്ലിറ്റ് സെക്കൻഡിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നമ്മുടെ കണ്ണ് ആ റൈസിനെയൊക്കെ അകത്ത് നിന്ന് ബ്രെയിൻ പ്രോസസ് ചെയ്തൊക്കെ വരുമ്പോൾ ഈ പ്രസന്റ് എന്ന് പറയുന്ന പോലും പാസ്റ്റാണ്. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ലെവൽ. അപ്പോൾ നമ്മൾ ഈ ഉയർന്ന ഒരു ജീവന്റെ തലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രസന്റിനേക്കാൾ നമ്മൾ ഫ്യൂച്ചറാണ് കാണുന്നത്. അപ്പോൾ ഒരു പക്ഷേ ആ ഫ്യൂച്ചറിൽ ഇപ്പൊ ദൈവ നിശ്ചയമാണ് നടപ്പാകുന്നത്, അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ദൈവ നിശ്ചയമായിട്ടുള്ള ഈ സങ്കല്പിച്ച് വന്നിരിക്കുന്ന ഈ കർമ്മത്തിന്റെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആ ഹയസ്റ്റ് ലെവലിലേക്ക് റൈസ് ചെയ്യാനുള്ള വഴി. അവിടെ റൈസ് ചെയ്ത് ഈ ഗോഡ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ആ ജീവന്റെ കോൺഷ്യസ്നെസ്സിലേക്ക് ഉയരുമ്പോഴാണ് നമ്മൾ ക്രിയേറ്റീവ് ആവുന്നത്, ക്രിയേറ്റർ ആവുന്നത്. അപ്പോൾ ഗോഡ് ഒരു ക്രിയേറ്റർ ആണെങ്കിൽ ഹ്യൂമൻ ബീയിങ്സും നമ്മൾ ഗോഡിന്റെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സും നമ്മൾ പാർട്ട് ഓഫ് ആ ക്രിയേറ്ററിന്റെ പാർട്ട് ആകുമ്പോഴാണ് നമ്മൾ ക്രിയേഷൻ. അപ്പൊ നമ്മൾ അവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഇതെല്ലാം ഒരു ക്രിയേറ്റർ എന്ന രീതിയിൽ നല്ലതെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. നമ്മുടെ എല്ലാ സങ്കല്പങ്ങളും ഈ വ്യക്തികളും ഈ സ്ഥാപനങ്ങളും എല്ലാ കാര്യങ്ങളും ഈ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും എല്ലാം നമ്മൾ കാണാതെ നമ്മൾ നല്ലത് വരാനായി നമ്മൾ ഇതെല്ലാം നല്ലതായിട്ട് സങ്കല്പിക്കുകയാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ നമ്മൾ ഈ പ്രസന്റ് പോലും പാസ്റ്റ് ആകുമ്പോൾ അവിടെ നമ്മൾ ഫ്യൂച്ചറിനെ ദീർഘദർശിത്വം ഓരോരുത്തരുടെ ഉയർച്ചയ്ക്കനുസരിച്ച് ആ ദീർഘദർശിത്വത്തിനനുസരിച്ച് അയാളെല്ലാം നല്ലതായി കാണുകയാണ്, നല്ലതായി ചിന്തിക്കുകയാണ്, നല്ലതായി സങ്കല്പിക്കുകയാണ്. കാര്യം നമ്മൾ ആ ഹയസ്റ്റ് സ്റ്റേറ്റിൽ വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് എല്ലാവരും. ഞാനിപ്പോൾ ഒരു വ്യക്തിയുടെ കാര്യമില്ല, ഓരോരുത്തരും ആ ഹയസ്റ്റ് സ്റ്റേറ്റിലേക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടിയിലേക്ക് സത്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും നല്ലവരാണ്. ഒരു വ്യക്തി എന്നല്ല, എല്ലാവരും നല്ലവരാണ്. അപ്പൊ എല്ലാവരും ആ നല്ലതിനെ കുറിച്ച്, നല്ലതിന്റെ സങ്കല്പങ്ങളെ കുറിച്ച്, നല്ലത് നടപ്പാക്കാനുള്ള രീതികളെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചറിയാം നമ്മുടെ ഗുരു ഓരോ നമ്മളെ പോലത്തെ വ്യക്തികളെല്ലാം സെലക്ട് ചെയ്ത് ശുദ്ധി ചെയ്യാൻ നമ്മുടെയൊക്കെ കുറവുകൾ മാറ്റി ഒരു സ്പെസിമെൻ എന്നോണം ലോകത്തിലെ ഒരു സ്പെസിമെൻ ആയിരിക്കാം നമ്മളെല്ലാം. അപ്പോൾ ഒരു സ്പെസിമെനെ ശുദ്ധമാക്കുമ്പോൾ അവരും അതിന്റെ വേരോടെ അത് കുറെ നന്നാവുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സ്പെസിമെൻസിനെ എല്ലാം ഗുരു സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഗുരു ശുദ്ധി ചെയ്യണം. അപ്പം അവരുടെ വ്യക്തിഗതമായ കുറവുകളോ പ്രശ്നങ്ങളോ ഒന്നുമല്ല ഗുരു ശ്രദ്ധിച്ചിട്ടുള്ളത്, അതെല്ലാം ക്ലിയർ ചെയ്യാനുള്ള അവസരം കൊടുത്ത് ഗുരു ഈ ദീർഘവീക്ഷണത്തിൽ ഓരോരുത്തർക്കും ഒരു പേര് കൊടുക്കുമ്പോൾ പോലും ദീർഘവീക്ഷണത്തിൽ അവരെ അങ്ങനെ ആക്കി മാറ്റാനാണ് ഗുരു പരിശ്രമിച്ചത്. അപ്പൊ ഗുരു ഒരിക്കലും ഇയാൾ കുറ്റമാണ് കുറവാണെന്ന് പറഞ്ഞ് അവരെ അങ്ങ് തള്ളിക്കളഞ്ഞ് അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുകയല്ല. അപ്പോൾ ഈ നന്നാക്കാനുള്ള ഒരു പരിശ്രമമാണ്. അപ്പൊ ഗുരുവിന് ഈ മോശമായ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ ഗുരു അത് നന്നാക്കാനാണ്. ഇപ്പൊ നല്ലവരെ നന്നാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഗുരു ആ നന്നാവാനും നന്നാക്കാനും ആ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് ഈ ജ്ഞാനികളുടെ വാക്കുകൾ നമുക്ക് കോൺട്രഡിക്ടറി ആയിട്ട് തോന്നുന്നത്. കാര്യം അവർ വലിയൊരു നന്മയെ കരുതി വലിയ ഒരു വരാൻ പോകുന്ന ആ ഓരോരുത്തരുടെയും ദീർഘവീക്ഷണത്തിനനുസരിച്ച് വളരെ വലിയ ഒരു ഫ്യൂച്ചറും ആ നന്മയൊക്കെയാണ് ഈ ഗുരുക്കന്മാർ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവർ എത്രയും മനോഹരമായിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് ആ മനോഹാരിത കാണാൻ പറ്റില്ല. അവരത് വളരെ മുന്നേ കണ്ടുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ നമ്മളും ഇതിലേക്ക് ഉയരുക എന്നുള്ളത് മാത്രമേ നമുക്കും വഴിയുള്ളൂ. അല്ലാതെ നമ്മൾ നമ്മുടെ താഴ്ന്ന ലെവലിൽ നിന്ന് ഈ എല്ലാ പ്രശ്നങ്ങളും പ്രോബ്ലം എല്ലാം കണ്ട് നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങളും വെളിയിലുള്ള പ്രശ്നങ്ങളും എല്ലാം കണ്ട് അതിനെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് ആ ചിന്തയിലും സങ്കല്പത്തിലും ഇരുന്നുകൊണ്ട് ഇതിനെല്ലാം മാറ്റം വരുത്തണമെന്ന് വെച്ചാൽ മാറ്റം വരുത്താൻ പറ്റില്ല. ബിക്കോസ് ലൈഫ് എന്ന് പറയുന്ന ചിത്തവൃത്തികളിലൂടെയാണ് പരിണമിക്കുന്നത്. അപ്പൊ ഈ ചിത്തവൃത്തികളിലൂടെ നിങ്ങൾ എന്തിനെ പരാതി പറയുന്നോ എന്തിനെ എതിർക്കുന്നോ അത് പെർസിസ്റ്റ് ചെയ്യും. നമ്മൾ എന്തൊക്കെ പരാതി പറയുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ ഡബിൾ ഫോഴ്സിൽ വന്നുകൊണ്ടിരിക്കും. അത് ലൈഫിന്റെ ഒരു പ്രോസസ്സാണ്. നമ്മൾ നമ്മൾ ഒബ്സർവിങ് വേൾഡ് ആണിത്. ദ ഒബ്സർവർ എഫക്ട് എന്ന് സയൻസിൽ പോലും ഉണ്ട്. ഒബ്സർവർ എഫക്ട് അനുസരിച്ച് ആൽബർട്ട് ഐൻസ്റ്റീനും നീൽസ് ബോറും തമ്മിലുണ്ടായ ഭയങ്കര ഒരു വാഗ്വാദം തന്നെ ഈ ഒബ്സർവർ എഫക്റ്റിനനുസരിച്ച് എന്താണിത് ഈ ലൈഫ് ഇങ്ങനെ മാറി മാറി തോന്നുന്നത്. അപ്പം
സയന്റിഫിക് ആയിട്ട് പോലും ചിന്തിച്ചാൽ നമ്മുടെ ചിന്താവൃത്തികളെ ഉപേക്ഷിച്ച് നമ്മളൊരു ഒബ്സർവർ എഫക്റ്റിൽ നല്ലൊരു ഒബ്സർവറായി മാറിയാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ആകൂ. അപ്പൊ ഈ നമ്മൾ കാണുന്ന പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളെയും വെച്ചിട്ട് അതിലിരുന്നുകൊണ്ട് അതിന് സൊല്യൂഷൻ നേടണമെന്ന് വെച്ചാൽ പറ്റില്ല. അതിനെ ഉപേക്ഷിച്ച് ഒരു ഹയർ ലെവലിലേക്ക് നമ്മൾ പോയി നമ്മൾ തന്നെ എല്ലാത്തിനും സൊല്യൂഷനാക്കി നമ്മൾ ഒബ്സർവർ എഫക്റ്റിൽ ദ ഒബ്സർവർ പ്യൂരിഫൈഡ് ആയി നമ്മുടെ ചിത്തവൃത്തികളെല്ലാം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ മനസ്സും ശാന്തിയും ലോകവും എല്ലാത്തിനും നമുക്ക് മാറ്റമായിട്ട് തോന്നും. അത് നമ്മളിലൂടെ ലോകത്തിലേക്കും വ്യാപിക്കും. അപ്പൊ ഇതൊരു ഇന്നർ സയൻസ് ആണ്. അപ്പൊ ഈ ഇന്നർ സയൻസിന്റെ ഭാവത്തിലാണ് നമ്മൾ ഇതിനെല്ലാം നമ്മൾ ഇന്നലെ ഈ പറഞ്ഞ നല്ലത് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ എന്നെല്ലാം നമ്മൾ പറയുന്നത്. കൂടാതെ നമ്മൾ അങ്ങനെ ഫൊർഗീവ് ചെയ്തും ക്ഷമിച്ചും എല്ലാം പുറത്തും എല്ലാത്തിനെയും സ്നേഹിച്ചും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല സുഖം, മനസ്സിന് ശാന്തി, സമാധാനമൊക്കെ. അപ്പം നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വെറുതെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല കള്ളത്തരത്തിൽ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ചുമ്മാ നമ്മൾ സ്നേഹവും ശാന്തി എന്നൊന്നും പറഞ്ഞാൽ അത് നടക്കൂല. അത് നമ്മൾ തന്നെ ഉള്ളിൽ റെസിസ്റ്റ് ചെയ്യും. അവിടെയാണ് നമ്മളിത് ശാസ്ത്രീയമായി കർമ്മവും പ്രാർത്ഥനയൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഉയർത്താനുള്ള ഒരു പരിശ്രമം. ചുമ്മാ ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല. ഇതൊരു ഉയർന്ന കാഴ്ചപ്പാടിലേ ഇത് സാധ്യമാകും. അപ്പൊ നമ്മുടെ എനർജിയെ, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഉയർത്തി എടുത്താലേ നമുക്ക് ഈ പറഞ്ഞ ഒരു നന്മയുടെ ഒരു ദൃഷ്ടി ലഭ്യമാവൂ. അപ്പോഴേ നമുക്ക് ഈ പറയുന്ന വിജയിക്കാനും നമ്മൾ ഓരോ ജീവനും എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്കൊക്കെ വളരാനും എല്ലാം കഴിയും. അപ്പൊ അവിടെയാണ് ഈ കർമ്മം, പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത് പ്രവർത്തിച്ച്, അല്ലാതെ കണ്ണടച്ച് ഇങ്ങനെ ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്ന അത് നടക്കൂല. പ്രവർത്തിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം മനസ്സ് ശുദ്ധമാക്കി ഒരു പക്ഷേ ധ്യാനിച്ചാൽ നമുക്ക് ആ ഒരു ക്ലാരിറ്റി വന്നിരിക്കും. കൂടാതെ ഇപ്പോൾ സംശയം ചോദിച്ചു, ഇപ്പൊ സംശയം ദൈവത്തിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ ഒരുപാട് റാഷണൽ ആയിട്ടുള്ള ബുദ്ധിജീവികളൊക്കെ നമ്മളെ കളിയാക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്. അപ്പം ഇവിടെ വന്ന് എൻ്റെ ഇതിനകത്ത് കമന്റ് വരെ ചെയ്യാറുണ്ട്. അപ്പം ഈ കമന്റ് ചെയ്യുമ്പോൾ, പരിഹസിക്കുമ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ റാഷണൽ ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള കാര്യം നമുക്കും അറിയാം. അത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഒരു ഭയങ്കരമായ ഒരു ബുദ്ധിയൊന്നും വേണ്ട. ഇപ്പോൾ ഒരു സയന്റിസ്റ്റ് കണ്ടെത്തിയ കാര്യങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്കും അത് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ലോകത്തിൽ നടക്കുന്ന കോസ്മിക് ലെവലിലോ നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ലെവലിലോ നമ്മുടെ ഹ്യൂമൻ ബോഡിയെക്കുറിച്ചുള്ള പഠനങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ജെനറ്റിക്സോ മറ്റെന്ത് ശാസ്ത്രീയമായ കാര്യങ്ങളും നമുക്കും വായിച്ചാൽ മനസ്സിലാവും. അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനൊക്കെ പറ്റും. അപ്പൊ അതെല്ലാം വായിച്ചിട്ട് അതൊന്നും അറിയാതെയാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുക. നമ്മൾ മറ്റൊരു വിഷയമാണ് സംസാരിക്കുന്നത്, മറ്റൊരു ആംഗിളിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആംഗിളിൽ ഈ ദൈവികത എന്നൊക്കെ പറയുന്ന ഒരു വിഷയത്തെ മനുഷ്യന്റെ ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തിയിൽ വെച്ചുള്ള മനസ്സുകൊണ്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മൾ ഇപ്പോൾ വളരെ റാഷണലായിട്ട് സംസാരിക്കുന്നവരെല്ലാം ഈ ജാഗ്രത അവസ്ഥയെ ഭയങ്കര സോളിഡ് റിയാലിറ്റി ആയിട്ട് കരുതിയിട്ടാണ്. പക്ഷെ സ്പിരിച്വാലിറ്റിയിൽ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് ട്രൂത്തിൽ നിന്നും വളരെ ഫാർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. സ്വപ്നം കുറച്ചുകൂടെ ട്രൂത്തിനോട് അടുത്താണ്, സുഷുപ്തി വളരെ അടുത്താണ്. അപ്പോൾ ഇന്നർ നേച്ചറിന്റെ, അതായത് ലൈഫിന്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പൊ ഈ ജാഗ്രത അവസ്ഥയിൽ കോൺഷ്യസ് ആയ മനുഷ്യൻ സ്വപ്നത്തിൽ കോൺഷ്യസ് ആവുമ്പോൾ ജാഗ്രത സ്വപ്നം. അപ്പോഴാണ് അയാൾ ഈ പല സ്പിരിച്വൽ ആയിട്ടുള്ള ദർശനങ്ങളും അനുഭവങ്ങളും പലതും മെറ്റീരിയലൈസ് ആയിട്ട് കാണുന്നതും. പിന്നീട് സുഷുപ്തിയിൽ കോൺഷ്യസ് ആവുമ്പോൾ ആസ്ട്രൽ ആയിട്ടുള്ള തലങ്ങളിലുള്ള ലൈഫിന്റെ, അതായത് സാധാരണ മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത പല തലങ്ങളും ആസ്ട്രൽ സുഷുപ്തിയിൽ കോൺഷ്യസ് ആവണം. അപ്പൊ അതിനെയാണ് തുരിയം എന്നൊക്കെ പറയുന്നത്. തുരിയം എന്ന് പറയുന്ന സ്റ്റേറ്റ്. അപ്പൊ ഈ തുരിയം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എത്തുമ്പോൾ പോലും ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന യോഗികൾ, ഗ്രേറ്റസ്റ്റ് യോഗികൾ പോലും ഒരു സമാധി എന്നൊക്കെ പറയുന്ന മനസ്സിന്റെ നിശ്ചലാവസ്ഥയിൽ ഈ ജീവന്റെ ആനന്ദം അനുഭവിക്കുന്നു എന്നല്ലാതെ ഗോഡ് റിയലൈസേഷൻ സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം തുര്യം കഴിഞ്ഞ് തുര്യാതീതനായിരിക്കുന്ന ദൈവത്തിന്റെ, ഗോഡിന്റെ ഒരു ഭാവം ഇപ്പൊ നമ്മള് മനുഷ്യ ദൈവം എന്നെല്ലാം പറഞ്ഞ് പരിഹസിക്കും. പക്ഷേ ഈ ദേവീദേവ സ്വഭാവത്തിലുള്ള മറ്റ് ഈശ്വര സങ്കല്പങ്ങളെല്ലാം ഓരോ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ ട്രൂ ഗോഡിനെ നമുക്ക് ഒരു രീതിയിലും പെർസീവ് ചെയ്യാൻ സാധ്യമാവാതെ വരുമ്പോൾ ഗോഡ് റിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിലൂടെ മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ളതാണ്. അപ്പോൾ കാര്യം ഗോഡ് റിയലൈസ് ആയിട്ടിരിക്കുന്ന ആ സ്റ്റേറ്റിൽ വർത്തിക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ്ങിലൂടെ മാത്രമേ, ഗുരുമാർഗത്തിലൂടെ മാത്രമേ അത് ഈ പറയുന്ന ഒരു സ്റ്റേറ്റ് സാധ്യമാവാൻ പറ്റൂ. കാര്യം യോഗികൾ പോലും, ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള യോഗികൾ പോലും പ്രസന്റിൽ ഈ സ്റ്റേറ്റിൽ എത്തുമ്പോൾ ഇത്രയും വലിയ സംസ്കാരങ്ങളും പ്രാരാബ്ദങ്ങളും കർമ്മങ്ങളുമായിട്ടുള്ള ഇതിനെയൊന്നും അഴിച്ചു കളയാൻ പറ്റാതെ വിഷമിച്ച് ഇരിക്കുമ്പോൾ ഗുരു കാരുണ്യം കൊണ്ട് ഇതെല്ലാം അഴിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, ഇതിനെക്കുറിച്ച് ഈ തുര്യാതീതമായ ഒരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ക്ലാരിറ്റിയോട്, അതായത് വളരെ
വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ ഒരു അനുഭവം നമ്മുടെ മുമ്പിൽ തെളിയാണ്. അപ്പോൾ മാത്രമേ ഇതിൻ്റെ സംശയ നിവാരണം ഉണ്ടാവൂ എന്നുള്ളതാണ്. രമണ മഹർഷിയോട് സംശയം ചോദിക്കുമ്പോൾ രമണ മഹർഷി പറയും, ഈ സുഷുപ്തിയിൽ നിങ്ങൾ അവയ്ക്കായി ഇത് കണ്ടിട്ട് നിങ്ങൾ അന്നേരം ഈ സംശയം ഉണ്ടെങ്കിൽ അന്നേരം നമ്മൾ അതിന് മറുപടി പറയാം. അല്ലാതെ നിങ്ങളടുത്ത് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഈ സംശയങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞാൽ അൺഎൻഡിങ് ആയിട്ട് പറഞ്ഞാൽ ഇത് തീരില്ല. അപ്പൊ ഇത് വളരെ ഗുരുമാർഗത്തിലൂടെ പോകുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള, വളരെ നേക്കഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ നമുക്കിതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മൾ ഒരു സംശയങ്ങൾ, കാര്യം നമുക്ക് മനസ്സെന്താണ്, മനസ്സിന്റെ ചിത്തവൃത്തി എന്താണ് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ മനസ്സിന്റെ സംശയങ്ങളെ എന്റർടൈൻ ചെയ്യില്ല. അപ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ക്ലാരിറ്റി, അപ്പൊ ആ ഒരു ക്ലാരിറ്റിയിലേക്ക് വരാനുള്ളതാണ് ഗുരുമാർഗം. അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത് അനന്തകോടി സൗരയുധങ്ങൾക്ക് അധിപനും സ്വശിഷ്യന് ജാഗ്രൽ സ്വപ്ന സുഷുപ്തിയിൽ ദർശനദാതാവായിട്ടിരിക്കുന്ന, തുര്യാതീതനായിട്ടിരിക്കുന്ന പരബ്രഹ്മം, ആ പരബ്രഹ്മ സ്വരൂപനായിട്ടിരിക്കുന്ന ഗുരു നിങ്ങളെ എവിടെ എത്തിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഒരു സ്ട്രെസ്സോടുകൂടി പറയാൻ ആഗ്രഹിച്ച കാര്യമാണ്, പക്ഷെ അതൊരു കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറയുന്ന ഒരു ക്ലാരിറ്റിയിലേക്ക്, ഈ പറയുന്ന ഒരു സത്യത്തിലേക്ക്, ശാന്തിയിലേക്ക്, ഇതിനെല്ലാം വളരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഗുരുമാർഗം. അപ്പോൾ ആ ഗുരുമാർഗത്തെ സംശയിക്കാതിരിക്കുക. അത് ആ ദേവനെയും ദേവിയെയും ആരാധിക്കുന്ന പോലെയല്ല, ഈ ഗുരുമാർഗം നടപ്പാക്കുക. ഇപ്പൊ നമ്മുടെ ആശ്രമത്തിലാണെങ്കിൽ ഗുരു പറഞ്ഞു, ഇത്ര കാലഘട്ടം കൊണ്ട് ആ ഗുരുമാർഗം, ആ പരമ്പരയായിട്ട് പോകുന്ന ഗുരുമാർഗത്തിനെ ആദ്യം ഉറപ്പിക്കട്ടെ, അതിനുശേഷം വേണം മറ്റു കാര്യങ്ങൾ എന്ന്. അപ്പൊ അതായത് ഈ ആസ്ട്രൽ, ഈ സ്ഥൂല ശരീരത്തിൽ നിന്നെല്ലാം അകത്തേക്ക് ഉൾവഹിക്കുന്ന ഗുരുക്കന്മാർ ഈ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ പറയുന്ന ഗൃഹസ്ഥാശ്രമികളും സന്യാസിമാരും എല്ലാം ഇതിന് മാതൃകാപരമായി ഇത് കാണുന്നു. ഇപ്പോൾ ചിലരെങ്കിലും ഇപ്പോൾ മാറി നിന്നുകൊണ്ട് സംശയങ്ങളും ചില ചാനലിലൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ ഒരുപാട് ദുഃഖിക്കുന്നു, ഗുരുവിനെ വെച്ചുകൊണ്ട് ഗുരുവിൻ്റെ വിഷമം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരിങ്ങനെ ദുഃഖിക്കുന്നു, കരയുന്നു. പക്ഷെ ഞാൻ പറയും, അത് മനസ്സിൻ്റെ ഒരു കള്ളത്തരമാണ്. അഫ്കോഴ്സ് അവരറിയാതെയാണെങ്കിലും ആ ദുഃഖം, അവർ പറയുന്ന ദുഃഖം ഉണ്ടെങ്കിലും അത് മനസ്സ് നമ്മളെ പറ്റിക്കുകയാണ്, ഇമോഷണലായിട്ട് നമ്മളെ പറ്റിക്കുകയാണ്. കാര്യം മനസ്സ് എത്ര വലിയവനും എത്ര ചിന്തകനെയും എത്ര വലിയ സന്യാസിയെ പോലും മനസ്സ് പറ്റിക്കുക എന്നുള്ളതാണ്. ഈ ഗുരുമാർഗത്തിൽ പ്രവർത്തിച്ചു പോകുമ്പോൾ ഓരോ അവസ്ഥയിലും അത് അത്രമാത്രം ചലഞ്ചിങ് ആയിരിക്കും. നമ്മുടെ ഇപ്പുറത്തുള്ള നമ്മൾ ഇതുവരെ നേടിയ അറിവ് നമ്മളെ സത്യമായ അറിവിലേക്ക് കടക്കാതെ നമ്മളെ തടയും, അത് പറ്റിക്കും. അതുകൊണ്ട് തന്നെ ഗുരുമാർഗത്തിൽ പ്രവർത്തിച്ചു പോകുമ്പോൾ നമ്മൾ എത്രത്തോളം വിജിലൻ്റ് ആയിരിക്കണം, എത്രത്തോളം ഭാഗ്യമുണ്ടായിരിക്കണം, എത്രത്തോളം പ്രാർത്ഥിക്കണം. അത് ഒരാൾക്ക് സംശയം വരുമ്പോൾ അത് മറ്റുള്ളവർ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യണം. കാര്യം എന്താ വെച്ചാൽ ഓരോരുത്തർക്കും അത് സംശയം വന്നു, എത്ര വലിയവനായാലും എത്ര ഉന്നതനായാലും എത്ര അറിവുള്ളവനായാലും ഈ സ്റ്റേറ്റിൽ അവനവൻ്റെ അറിവിൻ്റെ തലം അവനപ്പുറത്ത് അൺനോയിങ് ആയിട്ടുള്ള അപ്പുറത്തെ തലത്തിലേക്ക് കടക്കാതെ അവനെ പ്രിവെൻറ്റ് ചെയ്ത് ഒരു ഇനേർഷ്യ ഉണ്ടാക്കി നമ്മളെ തടുത്ത് കളയും. അപ്പം ഈ ഗുരുമാർഗത്തിൻ്റെ വശത്ത് പറയുമ്പോൾ ഈ ഞാൻ പറഞ്ഞ ആൾക്കാരെല്ലാവരും നമ്മളെ സത്യം പറഞ്ഞ സഹായിക്കുകയായിരുന്നു. അവർ പ്രസന്റ് മൊമെന്റിൽ ആ ഗുരുമാർഗം നടപ്പാക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് ആ ഗുരുവിൻ്റെ മഹിമയെ പറഞ്ഞു തന്നു. അപ്പോൾ സൂക്ഷ്മഭാവത്തിൽ ഗുരു വെയിറ്റ് ചെയ്യുകയാണ്. നമുക്കെല്ലാം നമ്മളെപ്പോലുള്ള അറിവില്ലാത്തവരെ കൊണ്ട് പ്രവർത്തിച്ചു വന്നപ്പോൾ ഈ അറിവില്ലാത്തവർ അറിവുള്ള തലത്തിലേക്ക് പ്രവർത്തിച്ചു വരട്ടെ എന്ന് കരുതി സൂക്ഷ്മഭാവത്തിൽ അത് ഗുരു വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ അതിനെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് ഉയരണം, റൈസ് ചെയ്യണം. ഇപ്പോൾ ഒരു ചാനലിൽ ഞാൻ പഴയ ഒരു വിനായക് സാർ എന്നൊക്കെ പറയുന്ന ആശ്രമത്തിൽ എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം യോഗിക് സമ്പ്രദായത്തിലുള്ള അഷ്ടസിദ്ധികളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം. അപ്പോൾ അദ്ദേഹം ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ മൊത്തം അതിനകത്ത് അത്ഭുതങ്ങളായിട്ടുള്ള മെൻ്റൽ തലങ്ങളിലുള്ള ചില അനുഭവങ്ങളെക്കുറിച്ചും, ഇപ്പോൾ ഒരു കിണറ്റിൽ വെള്ളം ഉണ്ടായി, ഇതെല്ലാം വളരെ ദൈവകാരുണ്യമായിട്ടുള്ള അനുഭവങ്ങളായിട്ട് തന്നെ നമ്മൾ കാണുന്നത്. പക്ഷെ എന്നാലും അത് സിദ്ധി സമ്പ്രദായങ്ങളിലും അതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവിനോടൊപ്പം സംഭവിച്ചപ്പോൾ ഇതുപോലുള്ള മൈൻഡ് റീഡിങ് ആവട്ടെ, മറ്റ് അത്ഭുതങ്ങളാവട്ടെ, ഇതിനൊന്നും ഗുരു കർത്തൃത്വം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഗുരു പറഞ്ഞു ഇതെല്ലാം സംഭവിക്കുകയാണ്. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു, എങ്ങനെ ഈ ഹയസ്റ്റ് ഇന്റലിജൻസ് എന്ന് ഒരു ഗുരുക്കന്മാരുടെ വേദന ഉണ്ടാകുമ്പോൾ ആ ഇമോഷൻ എങ്ങനെ ഇത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ നാച്ചുറൽ ആയിട്ട് ഇതെല്ലാം സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പൊ ലെങ്ത് കൂടി പോകുന്നു. അപ്പൊ എന്തായാലും ഈ മാജിക്കുകളും അത്ഭുതങ്ങളും സിദ്ധികളും അതിൽ ആകൃഷ്ടരായി വന്നാൽ ഈ സത്യത്തിന്റെ വഴിയിലേക്ക് വിജയിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഒരുപാട് വ്യക്തികൾ ഈ ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ ഈ സിദ്ധി ജാലങ്ങളും അത്ഭുതങ്ങളെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഒരുപാട്. ഇപ്പോൾ ആ വീഡിയോയിലാകട്ടെ അതിനകത്ത് മുഴുവൻ അതാണ്. അപ്പം
ഇപ്പോൾ മാജിക്കായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോൺഷ്യസ്ലി ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തിയും നമ്മുടെ ഈ ഓരോ ചലനങ്ങളും മാജിക്കാണ്, അത്ഭുതമാണ്. സയൻസിലൊക്കെ തന്നെ ഈ കോസ്മോസിൽ നോക്കിയിട്ട് അവർ അത്ഭുത പരതന്ത്രരായിട്ടിരിക്കുകയാണ്. ഇതൊരു മാജിക്കൽ ഫീൽഡ് പോലെയാണ് തോന്നുന്നത്, വളരെ ഡീപ്പായിട്ടുള്ള ഒരു സെൻസിൽ. പക്ഷെ നമ്മൾ നിത്യവൃത്തിയിൽ നമുക്കിത് നോർമൽ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്കിതൊന്നും മാജിക്കൽ അല്ല. അപ്പം ഇനി ഈ പറയുന്ന സോക്കോൾഡ് സിദ്ധികളായാലും അതിനും ഒരു സയൻസ് ഉണ്ട്. ഓരോ ഇന്റലിജൻസിലും ഓരോ തലത്തിൽ നിന്നുകൊണ്ട് ഇതെല്ലാം മാജിക്കലായിട്ട് സംഭവിക്കുന്ന എങ്ങനെയെന്നുള്ള സിദ്ധികളുടെ ചില സയൻസുകൾ, യോഗ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതും നാച്ചുറൽ ആയി കഴിഞ്ഞാൽ, നോർമൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആധ്യാത്മികത എന്താണ് പിന്നെ യഥാർത്ഥത്തിൽ? അപ്പൊ അവിടെയാണ് നമ്മുടെ ജീവന്റെ ഒരു പൂർത്തീകരണം. എന്താണ് ആ സത്യം, ആ പരമമായ സത്യം എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ദൈവനിശ്ചയം എന്താണ്, ആ ജീവന്റെ പൂർത്തീകരണത്തിലേക്ക് എങ്ങനെ വളരും, മനുഷ്യരാശി എങ്ങനെ അത് തടുക്കപ്പെട്ടു, എങ്ങനെ ആസ്ട്രൽ ഫീൽഡിൽ ഇതൊരു അന്തരീക്ഷ മലിനീകരണങ്ങൾ പോലെ ജീവാത്മാക്കൾ കുടുങ്ങിപ്പോയി, എന്തുകൊണ്ട് കർമ്മത്തിൽ കുടുങ്ങിപ്പോയി, എന്തുകൊണ്ട് ഓരോ കുടുംബങ്ങൾ ഒരു കുടുംബ ദോഷങ്ങളിലായിപ്പോയി, എന്തുകൊണ്ട് നമ്മൾ ഓരോ പ്രശ്നങ്ങളും രോഗങ്ങളിലും ഇത്ര കഷ്ടപ്പെടുന്നു. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ ജീവന്റെ മോചനം? അപ്പൊ ഇതാണ് ആധ്യാത്മിക ഗുരുക്കന്മാർ, അല്ലാതെ സിദ്ധി ജാലങ്ങളോ അത്ഭുതങ്ങളോ അല്ല. അപ്പൊ അങ്ങനെ അതിന്റെ പിറകിലൊക്കെ വരുന്നവരെല്ലാം ആ ഒരു തലം കഴിയുമ്പോഴത്തേക്ക് സിദ്ധി, അത്ഭുതം ഇല്ല, അല്ലെ മറ്റതില്ല മറിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പിണങ്ങി പോവേണ്ടി വരും. കറക്റ്റായിട്ട് ഈ ആത്മശാന്തിയുടെ വഴിയിൽ, ഈ ജീവന്റെ ആ പൂർത്തീകരണത്തിന്റെ വഴിയിൽ പിടിച്ചു നിൽക്കുന്നവരെ സംബന്ധിച്ചാണ് ഇത് അതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് പോകാൻ അവർക്ക് പോലും എന്തെല്ലാം ചലഞ്ചുകൾ, എന്തെല്ലാം വിഷമങ്ങൾ. അപ്പോൾ അഫ്കോഴ്സ് ഞാനിതിപ്പോൾ ഒരു വളരെ ആധ്യാത്മികമായ ഹയസ്റ്റ് ലെവലിലുള്ളവരെ കുറിച്ചാണ് ഇത്രയും പറയുന്നത്. എല്ലാവരും ഇപ്പോൾ പൊതുജനങ്ങൾ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവരൊരിക്കും ഇതൊക്കെ എന്തെല്ലാം കഷ്ടങ്ങൾ. ഇപ്പം നോർമൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ വളരെ ഡീപ്പായിട്ടൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. കാര്യം ഇതെല്ലാം ആ മനുഷ്യന്റെ ഒരു സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സംശയങ്ങൾ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകുന്ന അത് ചെറിയ തലത്തിലായാലും വലിയ തലത്തിലായാലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഡീപ്പായിട്ടൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും കോംപ്ലിക്കേഷൻ അല്ല, ജീവിതം വളരെ ലളിതമായി, സിമ്പിളായി, ഹാപ്പിയായി, ജോയ്ഫുള്ളായി കൊണ്ടുപോകാനുള്ളതാണ് ആത്മീയത. ഈ കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്ന നമ്മുടെ മനസ്സ് അത്രത്തോളം കോംപ്ലിക്കേഷൻ ആയി പോയതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദൈവികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് പോകുമ്പോൾ വളരെ ഉന്നതമായ ശിഷ്യന്മാർക്ക് പോലും സംശയം ഉണ്ടാവുകയാണ്. ഗുരുമാർഗത്തിൽ ഗുരു ഒരേ സമയത്ത് നമുക്ക് ഏറ്റവും ഈ ലോകത്ത് നമുക്ക് ഗുരുവാണ് നമ്മളെ സ്നേഹിക്കുന്നതെന്ന് തോന്നുമ്പോഴും ഏറ്റവും ക്രൂരനും ഗുരു തന്നെയാണെന്ന് നമുക്ക് തോന്നുന്ന പോലെ ചില സമയത്ത് അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു മിസ്റ്ററി ഇരിക്കുന്നത്. അപ്പൊ അത് ഓരോ തലത്തിലും ഓരോ സമയത്തും അത് തെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റിപ്പോയ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ ഈ പറഞ്ഞത് ഇതെല്ലാം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം പുനർചിന്തിക്കണം. ഓരോരുത്തരും നമ്മുടെ മനസ്സ് നമ്മളെ എത്രത്തോളം പറ്റിക്കുന്നു. അപ്പൊ നമ്മുടെ മനസ്സിനെ പാടെ മാറ്റി വെച്ചിട്ട് ബോധത്തോടെ ആ ജീവന്റെ ശാന്തിയിൽ നിന്നുകൊണ്ട് ജീവിക്കാനും വളരാനും വികസിക്കാനും ഒക്കെ ഉള്ളൊരു വഴിയാണിത്. അപ്പൊ അതിന്റെ ആ മഹാത്മ്യം മനസ്സിലാക്കി വരാൻ നമ്മൾ പരിശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ ഇതേപോലുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഉദ്ദേശത്തിനോ ദുരുദ്ദേശത്തിനോ ആരെങ്കിലും സ്വാധീനിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിനോ ഒന്നുമല്ല. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെല്ലാം ആത്മീയതയിൽ തെറ്റാണ്. ഡിസോണസ്റ്റി, അല്ലെങ്കിൽ ഓണസ്റ്റ് ആയിരിക്കണമെന്നാണ്. അപ്പൊ സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു ഉദ്ദേശത്തിലും അല്ല, നമ്മൾ ഈ നിമിഷത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. അതെന്തെങ്കിലും നന്മ ഉണ്ടാകട്ടെ. ഇപ്പൊ നന്മ ഉണ്ടാകുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു സൽക്കർമ്മമായിട്ട് കരുതുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതുപോലുള്ള വീഡിയോകളൊക്കെ നിങ്ങളും പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സഹകരിക്കുക, ഒരു കമന്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു ഷെയർ എങ്കിലും ഒക്കെ ചെയ്യാൻ തോന്നുന്നെങ്കിൽ നമ്മളത് അതിലൂടെ ഈ പറയുന്ന ഒരു സത്യത്തിന്റെ വർക്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. നമ്മൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ സന്തോഷകരമായി ഹാപ്പി ആയിട്ട് നമുക്ക് എല്ലാവർക്കും തുടർന്നും സഞ്ചരിക്കാം. ഒരുപാട് പുതിയ പുതിയ വിഷയങ്ങളെക്കുറിച്ചും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചും ഈ മെഡിറ്റേറ്റീവ്നെസ്സിനെ കുറിച്ചും ആ മൈൻഡിനെ കുറിച്ചും ജീവിതത്തിലെ മറ്റ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും വ്യായാമങ്ങളെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് വരും വീഡിയോകളിൽ സംസാരിക്കാം. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം.